ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇത് വോയിസ് ഓവർ വ്ളോഗിലെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു മീറ്റപ്പ് ആയിരുന്നു കേട്ടോ. അത് കഫേ അഡിക്റ്റിൽ വെച്ചിട്ടായിരുന്നു. കഫേ അഡിക്റ്റ് എന്ന് പറയുന്നത് മമ്മിയൂരിൽ നിന്ന് ഗുരുവായൂർക്ക് പോകുന്ന റൂട്ടിലാണ് ഈ കഫേ അഡിക്റ്റ് ഉള്ളത്. അപ്പോൾ ഈ കഫേ അഡിക്റ്റിന് പറയുകയാണെങ്കിൽ നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. നല്ല മഴയുള്ളൊരു സമയം കൂടിയായിരുന്നു ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ അടിപൊളി ഒരു ആംബിയൻസ് തന്നെയായിരുന്നു. ചെടികളും അതുപോലെ തന്നെ ലൈറ്റ്സും. ഉള്ളിലാണെങ്കിൽ പറയണ്ട, ഫുൾ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് നമുക്ക് മഴയുടെ ആ ഒരു വൈബും കൂടി കിട്ടുമ്പോൾ പറയണ്ട. പിന്നെ നമ്മുടെ കസിൻസ് എല്ലാവരും കൂടി ഒത്തുചേർന്നൊരു സമയം കൂടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചേർന്നത് ഒരു 11 മണി ടൈം ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ മാത്രമായിരുന്നു. അപ്പം ഞങ്ങൾ കസിൻസ് കൂടെ ആകുമ്പോൾ പറയണ്ടല്ലോ, ഞങ്ങൾ നല്ല എന്താ പറയുക, ഗോസിപ്പും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള കുറേ നിമിഷങ്ങളായിരുന്നു. കുറേ നിമിഷമൊന്നുമില്ല, കുറച്ച് നിമിഷങ്ങളായിരുന്നു അത്. അതായത് നമ്മുടെ ഗോസിപ്പുകളും അതുപോലെ തന്നെ തമാശകളും ഫണ്ണും അതുപോലെ ഫുഡൊക്കെ ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത്. എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു. നമ്മളെല്ലാ ഫുഡും ഷെയർ ചെയ്ത് കഴിക്കുന്നത്. ഇവിടുത്തെ ഫുഡും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാ ഫുഡും ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെയർ ചെയ്ത് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കസിൻസും കൂടി ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, അതൊരു പ്രത്യേക വൈബായിരുന്നു. കസിൻസ് എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൽ നിന്നും ഇതിൽ നിന്നൊക്കെ കൈയിട്ട് വാരിയിട്ട് കഴിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. നമുക്ക് ഒറ്റയ്ക്ക് പോയാലൊന്നും കിട്ടാത്തൊരു ഫീലാണ് കസിൻസായിട്ട് പോകുമ്പോൾ കിട്ടുന്നത്. അത് നമ്മൾ തമാശയും ചിരിയും കളിയും ഷെയറിങ്ങും ഒക്കെ ആകുമ്പോൾ അതൊരു പ്രത്യേക വൈബാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു വൈബ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന സന്തോഷങ്ങളിൽ അല്ലേ, നമ്മൾ ഒറ്റയാവുന്നതിനെക്കാട്ടി അടിപൊളിയായിട്ട് നമ്മളെല്ലാവരും കൂടി എൻജോയ് ചെയ്യണമെന്നാണ് പറയാം. അങ്ങനെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച ഒരു ഡേ കൂടിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗിൽ. ഇതുപോലെ അടിപൊളി വ്ളോഗുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ, ടാറ്റാ.